ഹലോ വ്യൂവേഴ്സ്, മേരാ പ്രിയ ദർശകൻ, എൻ്റെ പ്രിയ കാഴ്ചക്കാരൻ. നമുക്ക് ഇന്ന് കുറച്ച് പാസ്റ്റ് ടെൻസ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ, അതായത് हिंदी में भूतकाल, वर्तमान काल, ഭവിഷ്യകാൽ देखो. ഓക്കെ, അപ്പോൾ നമ്മൾ പറയാം ഭാവി കാലം, ഭൂതകാലം അല്ലേ, വർത്തമാനകാലം മലയാളത്തിൽ. ഭാവി, ഭൂതം എന്ന് പറഞ്ഞാൽ പിശാചൊന്നും അല്ല കേട്ടോ, സാധാരണ. അപ്പോൾ നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ പറയാണ് കം അല്ലേ, കം എന്ന വാക്ക്, അതായത് വരിക, കെയിം വന്നു. ദെൻ ഫ്യൂച്ചറിൽ പറയുകയാണെങ്കിൽ നമ്മൾ വില്ലോ അല്ലേ, ഷാലൊക്കെ ചേർത്ത് പറയണം, കം തന്നെ വരും. ഓക്കെ, ദെൻ അതുപോലെ അടുത്തത് നോക്കാം നമുക്ക്. സിറ്റ് ഇരിക്കുക, സാറ്റ്, സിറ്റ് പ്രസൻറ്റ്, സാറ്റ് പാസ്റ്റ്, ദെൻ ഫ്യൂച്ചർ സിറ്റ്, വിൽ ഷിറ്റ് ഓർ ഷാൽ ഷിറ്റ് എന്നൊക്കെ പറയാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ നമുക്ക് പറയാം എന്താണ്, കുക്ക് അല്ലേ, പാചകം ചെയ്യുക, കുക്ക്ഡ് അല്ലേ, പാചകം ചെയ്തു, കുക്ക്. ഇനി വിൽ കുക്ക്, ഷാൽ കുക്ക് എന്നൊക്കെ പറയാം. ഐ ഷാൽ കുക്ക്, ഹി വിൽ കുക്ക് ഒക്കെ പറയാം. ദെൻ റൺ ഓടുക, റാൻ ഓടി. ദെൻ അഗൈൻ റൺ അല്ലേ, വിൽ റൺ, ഷാൽ റൺ, ഐ ഷാൽ റൺ, വി ഷാൽ റൺ എന്നൊക്കെ പറയാം. ദെൻ എന്ത് പറയാം, സ്റ്റഡി പഠിക്കുക, സ്റ്റഡീഡ് പഠിച്ചു അല്ലേ, അഗെയിൻ സ്റ്റഡി, സെയിം തന്നെ വരും കേട്ടോ. അത് നമ്മൾ പറഞ്ഞ പ്രസൻറ്റിൻ്റെ ഫോം തന്നെ ഫ്യൂച്ചറിൽ വരും, വില്ലോ ഷാലോ ചേർത്ത് പറയണം അല്ലേ. അതുപോലെ ക്യാൻ വരാം, എന്തും വരാം, കുഡ്, ഓക്സിലറി പലതും വരാം അവിടെ അല്ലേ, സഹായക്രിയകൾ, ഹെൽപ്പിംഗ് വെർബ്സ് എന്ന് പറയാം. ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ക്ലാസ് ഉണ്ട് എൻ്റെ കേട്ടോ, അതൊക്കെ നിങ്ങൾ കാണുന്നില്ല എന്നെനിക്ക് മനസ്സിലായി. എനിവേ, ദെൻ നമുക്ക് നോക്കാൻ എന്താണ്, പിന്നെ പറയാൻ എന്താണ്, ജമ്പ് അല്ലേ, ചാടുക, ജംപ്ഡ് ചാടി, ദെൻ അഗൈൻ ജമ്പ് അല്ലേ. അതുപോലെ ടീച്ച് പഠിപ്പിക്കുക, ടോട്ട് പഠിച്ചു അല്ലേ, ദെൻ ടീച്ച്. അതുപോലെ പറയാം, എന്ത് പറയാം, അബ്രോഡ് കയറുക, അബ്രോഡഡ്, ദെൻ അബ്രോഡ്. അതുപോലെ ലുക്ക് നോക്കുക, ലുക്ക്ഡ് അല്ലേ, നോക്കി, ലുക്ക്, അഗൈൻ ലുക്ക്. ദെൻ നമുക്ക് വേറെ പറയാം, വേറെ വാക്ക് എന്താണ്, ട്രാവൽ സഞ്ചരിക്കുക, ട്രാവൽഡ് സഞ്ചരിച്ചു, ദെൻ അഗൈൻ ട്രാവൽ. അതുപോലെ തന്നെ എന്താണ്, നമുക്ക് വേറെ ഒരു വാക്ക് പറയുകയാണെങ്കിൽ എന്ത് പറയാം, ഗോ 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 പോവുക അല്ലേ, പറയുമ്പോൾ പിന്നെ എന്ത് പറയാം, ഗോ എന്ന് പറഞ്ഞാൽ വെൻറ്റ് പോയി, ദെൻ അഗൈൻ ഗോ. അതുപോലെ എന്താ പറയുക, നമ്മൾ കം ഗോ എന്ന് പറയണത് അല്ലേ. അതുപോലെ വേറെ ഒരു വാക്ക് പറയുകയാണെങ്കിൽ നമുക്കെന്ത് പറയാം, വേറെ നമ്മൾ വെൻറ്റ് പറഞ്ഞു, ഗോ പറഞ്ഞു, അതുപോലെ തന്നെ ലുക്ക് പറഞ്ഞു. അതൊക്കെ നിങ്ങൾ കറക്റ്റായി പഠിച്ചെടുക്കട്ടെ പറയണമൊക്കെ. ഇതുപോലെ മനസ്സിലാക്കി പഠിച്ചാൽ അത് മനസ്സിലാവും അല്ലേ. നമ്മൾ പറയും മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായി പറഞ്ഞ മനസ്സിൽ പെൻസിലോമെൻ്റ് ഇട്ടാൽ മനസ്സിലായതും കൂടി മനസ്സിലാവുമോ എന്നൊക്കെ ചോദിക്കും. ഇങ്ങനെ പലതും ഇങ്ങനെ പറയുന്ന തമാശ രീതിയിൽ. അപ്പോൾ ഞാനങ്ങനെ ആലോചിക്കണം ഓരോ കാര്യങ്ങൾ, ഇങ്ങനെ ഓരോ തമാശ രീതിയിൽ. ഞാൻ കുറേ അവിടെ നമ്പൂരി ഫലിതങ്ങൾ പറഞ്ഞു, നമ്മുടെ വി എൻ ഫലിതങ്ങൾ ഒരുപാടുണ്ട്, നല്ല അതൊക്കെ വായിക്കേണ്ട ബുക്കുകളാണ് നിങ്ങൾ കേട്ടോ. വി എൻ ഫലിതങ്ങൾ പറഞ്ഞല്ലോ, വി എൻ നല്ല രസമുള്ള, ഞാൻ പറയാം വേറെ അവസരത്തിൽ പറയാം. നമ്മൾ ഇപ്പം അതിൽ എന്താ പറയുക, എല്ലാം കൂടി ഇതാക്കുന്നില്ല, മിക്സഡ് ആക്കുന്നില്ല. അതുപോലെ നമുക്ക് വേറെ എന്ത് പറയാം, വേറെ നമ്മൾ പറയാം സ്റ്റെപ്പ് അല്ലേ, സ്റ്റെപ്പഡ് കയറുക, കയറി, സ്റ്റെപ്പ് അല്ലേ. അതുപോലെ തന്നെ ഡൗൺ അല്ലേ, ഡൗൺ ഇറങ്ങുക എന്നുള്ള അർത്ഥത്തിൽ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് അല്ലേ. അതുപോലെ എന്ത് പറയാം നമുക്ക്, ഫൈൻഡ് അല്ലേ, കണ്ടെത്തുക എന്നുള്ള അർത്ഥം, ഫൈൻഡ്, ഫൗണ്ട് കണ്ടെത്തുക, കണ്ടെത്തി, ദെൻ അഗെയിൻ ഫൈൻഡ്. ഇങ്ങനെ കുറേ വാക്കുകളുണ്ട്. ഇതെല്ലാം നിങ്ങൾ ഞാൻ ഇനിയും തരാം ഇതേ ക്ലാസ്സുകൾ, കാരണം ഒരുപാട് നീട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടി അല്ലേ. അപ്പോൾ നമുക്ക് തമാശ രീതിയിൽ 2-3 പാട്ടുകൾ അല്ലേ, ഞാനിങ്ങനെ എപ്പോഴും പാടാറുണ്ട്. ഞാൻ പാട്ടുകാരനല്ല, മുൻകൂർ ജാമ്യം എടുത്തിട്ട് പറയുകയാണ്. എന്നാലും മിമിക്രി ചെയ്യുന്നതുകൊണ്ട് പാട്ട് പാടാൻ പറ്റും, ഏത് ശബ്ദം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് വെറുതെ 1-2-3 പാട്ടുകൾ രസകരമായിട്ട്. ഇപ്പോൾ ഞാൻ പഴയ കാലത്തേക്ക് പോവാം.
കടലിനക്കരെ പോണോരെ, കാണാ പൊന്നിന് പോണോരെ, പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും കൈ നിറയെ, പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും. ഇത് ചെമ്മീൻ എന്ന ചിത്രം അല്ലേ, തകഴി ശിവശങ്കരപിള്ള എഴുതിയ പുസ്തകമാണ്. അദ്ദേഹം വളരെ പ്രശസ്തനായൊരു എഴുത്തുകാരനാണ്. അതായത് നാടകരംഗം ഒരുപാട് ഇത് നാടകമായിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം പ്രശസ്തമായിട്ടുള്ള നടന്മാർ നടിമാർ അഭിനയിച്ച സിനിമ മധു, സത്യൻ, ഷീല, അങ്ങനെ ഒരുപാട് ആൾ അല്ലേ. മധുവിൻ്റെ ഒരു ശബ്ദം എന്ന് പറയാം, ഷീലേ ഇതിനെ കഴിയുമ്പോൾ എനിക്കൊരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞത് അല്ലേ. വെറുതെ ഒരു തമാശ കേട്ടോ. അതുപോലെ KP ഉമ്മർ ഇല്ല അതിൽ, അദ്ദേഹത്തിൻ്റെ വേറൊരു ശബ്ദമാണ്, എൻ്റെ കാര്യത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ അങ്ങനെ പറഞ്ഞു പോകണം. ഇവിടെ ഞാൻ കൂടുതൽ പറയാം അതായിട്ട്. അപ്പോൾ ഞാൻ കൂടുതൽ നടത്തുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ ലിങ്ക് കൂടി ഒന്നുകൂടി ഓർമ്മിക്കുന്നു. സ്റ്റെപ്പ് അപ്പ് വിത്ത് ഇംഗ്ലീഷ് പ്രകാശ് TK Menon in YouTube. Subscribe and share. Then Facebook, Instagram, Step Up with English 108 Action Art. Okay then, good night, Shubhratri.